ഈ പുട്ടുണ്ടല്ലോ, നമ്മൾ കഴിക്കുമ്പോൾ തവിട് പൊടിയാക്കിയാണ് കഴിക്കുന്നതെങ്കിലും പ്ലേറ്റിലേക്ക് എത്തുമ്പോൾ നല്ല ഷേപ്പിൽ എത്തിയാലേ ഒരു 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 സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാ തവിട് പൊടിയായ, അതായത് പൊടിഞ്ഞു പോയ പുട്ടിന്റെ ഒരു ആരാധകനുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരാധകനാണ്. ആരാന്നറിയോ? സാക്ഷാൽ ഗണപതി ഭഗവാൻ. അതേന്നേ, ആളിന്റെ ഈ പൊടിഞ്ഞ പുട്ടിനോടുള്ള ആരാധന കാരണം മധുരയിലെ ഒരു അമ്പലത്തില് ഗണപതിയുടെ ഇഷ്ട നൈവേദ്യമായിട്ട് കൊടുക്കുന്നത് പൊടിഞ്ഞ പുട്ടാണത്രേ. അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അതായത് പണ്ട് ഗണപതി ഭഗവാൻ ഒരു യാചകന്റെ വേഷത്തില് മധുരയിൽ ഇങ്ങനെ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് വിശന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ട് അതാ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് പുട്ട് വിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കൈ നീട്ടിയപ്പോ സ്ത്രീ പറഞ്ഞു, അയ്യോ എന്റെ കയ്യിൽ കാശൊന്നുമില്ല തരാനായിട്ടെന്ന്. അപ്പൊ ഗണപതി ഭഗവാൻ പറഞ്ഞു, വേണ്ട, ഈ പുട്ട് മതിയെന്ന്. ആ പൊടിയായ എല്ലാ പുട്ടും ഗണപതി ഭഗവാൻ അവിടെ ഇരുന്നങ്ങ് അകത്താക്കി. ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള പൊടിപ്പുട്ട് തന്ന ആ സ്ത്രീയെ അനുഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ വന്നത് ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ നാട്ടുകാരോടെല്ലാം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്ന്. അതോടുകൂടിയാണ് മധുരയിലെ ആ അമ്പലത്തില് ഗണപതി ഭഗവാന് എന്നും പൊടിഞ്ഞ പുട്ട് നൈവേദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. എന്തൊക്കെ കഥകളാണല്ലേ. അപ്പൊ ഇനി പൊടിഞ്ഞു പോയ പുട്ട് കഴിക്കുമ്പോൾ എപ്പോഴും ഭഗവാനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ.